സീറ്റ് തർക്കം നിലനിൽക്കുന്നതിനിടെ ഏറ്റുമാനൂരിൽ ചുവരെഴുതി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. ചിഹ്നം വരക്കാതെയാണ് ചുവരെഴുതിയത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് ചുവരെഴുത്തിലുള്ളത്. ഏറ്റുമാനൂർ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുന്നതിനിടെയാണ് നീക്കം. ടീം UDF തീർച്ചയായിട്ടും ഇത്തവണ ഈ സീറ്റ് തിരിച്ചു പിടിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാകും. ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി അരയും തലയും മുറുക്കി ഞങ്ങൾ രംഗത്തിറങ്ങും. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ മതിലുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് ടീം UDF ഏറ്റുമാനൂരെ ടീം UDF നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്തും ചെയ്തു. ടോബി, ടീം UDFന്റെ ഉദ്ദേശം നല്ലതാണ്, പക്ഷേ ആര് മത്സരിക്കും, UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ ജോസഫ് സ്ഥാനാർത്ഥിയാണോ? തീർച്ചയായിട്ടും ടീം UDF എന്നൊക്കെ പറയുമ്പോഴും ഏറ്റുമാനൂർ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സീറ്റ് കേരള കോൺഗ്രസിന്റെ കൈവശമാണ് നിലവിലുള്ളത്. അത് ഏറ്റെടുത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കെങ്കിലും നൽകാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ഏറ്റുമാനൂർ സീറ്റിന് വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട്. ഇത്തവണ ആ സീറ്റ് കോൺഗ്രസ് മത്സരിച്ചാലേ വിജയിക്കൂ എന്ന് അവർ പല സ്ഥലങ്ങളിലും തുറന്നു പറയുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ സീറ്റ് വിട്ടു നൽകാൻ ചില താല്പര്യം കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് വിട്ടു നൽകേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. മറ്റ് ഘടകകക്ഷികളുമായിട്ട് ഏകദേശം ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ കേരള കോൺഗ്രസിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ആ ഒരു പ്രശ്നം, സീറ്റ് ചർച്ച ഇപ്പോഴും നീണ്ടുപോകുന്നത്. സതീശന്റെ യാത്രയ്ക്ക് ശേഷം സീറ്റ് ചർച്ചകൾ നടക്കുമെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കേരള കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് ചർച്ച നീളുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ആ സീറ്റ് തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ ജോസഫ് വിഭാഗം തന്നെ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും ഈ ചുവരുകൾ എഴുതി തുടങ്ങിയത്. ചിഹ്നവും അവരുടെ മറ്റ് പേരുകളോ ഒന്നുമില്ല. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇതിന് നേതൃത്വം നൽകുന്നത് കേരള കോൺഗ്രസുകാരാണ്. അവർ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. എഴുതാൻ ഒരുപാട് കോളങ്ങൾ ബാക്കിയാക്കിയാണ് ചുവരെഴുത്ത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത്. ടോബി ജോൺസൺ ആണ് കോട്ടയം എന്ന വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.